നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇഫ് എൽസ് എന്താണ്, ഇഫ് എൽസ് ഇഫ് എന്താണ്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പോൾ വിവിധ തരത്തിലുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 3 എന്ന് പറയുന്നത് വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, അതുപോലെ തന്നെ ഫോർ ലൂപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് വണ്ണായ വൈൽ ലൂപ്പിലേക്ക് പോകാം. വൈൽ ലൂപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈലിനകത്തൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ അതിനകത്തുള്ള ആ ബ്ലോക്ക് ഓഫ് കോഡായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സിൻടാക്സ് നോക്കിയേ. സിൻടാക്സ് ഇങ്ങനെയാണ്: വൈൽ കൊടുക്കും, അതിനകത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ടൊരു ബ്ലോക്ക് ഓഫ് കോഡ് ഉണ്ട്. ആ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പൊ നോക്കിയേ, എക്സാമ്പിൾ ഇന്റ് i is equal to 0. ഐയുടെ വാല്യൂ എന്താണ്? 0 ആണ്. വൈ i less than 5. എന്താ? ഐയുടെ വാല്യൂ 5നേക്കാളിലും ചെറുതാകുന്നത് വരെ എന്ത് ചെയ്യും? സി ഔട്ട്, ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഇവിടെ നമ്മൾ ലൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്താണ്? i++. അപ്പൊ ഐയുടെ വാല്യൂ ഇനിഷ്യൽ വാല്യൂ 0 ആണ്. അപ്പോൾ 0 ലെസ് ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. 0 ലെസ് ദാൻ 5 ആണല്ലോ. അപ്പൊ ഈ ലൂപ്പിനകത്തേക്ക് വരും, ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ എത്രയാണ്? 0 ആണ് ഐയുടെ വാല്യൂ. ഇനി i++, നമ്മൾ ഓപ്പറേറ്റേഴ്സ് പഠിച്ചപ്പോൾ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ പഠിച്ചു. i++ എന്ന് പറഞ്ഞാൽ i is equal to i+1. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് എത്രയായി മാറും? 1 ആയി മാറും. വീണ്ടും എവിടെ വരും? ഈ ലൂപ്പിൽ വന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതായത് ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ലൂപ്പ്. അപ്പൊ വീണ്ടും ഇവിടെ വരും, ഐയുടെ വാല്യൂ 1 ആണല്ലോ. 1 ആണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ 5 ആണോ എന്ന് നോക്കും. 1 ലെസ് ദാൻ 5 ആണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. ആദ്യമേ 0 പ്രിന്റ് ചെയ്തു, പിന്നെ അടുത്ത എന്ത് പ്രിന്റ് ചെയ്യും? 1 പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെന്റ് ചെയ്ത് 2 ആകും. വീണ്ടും ഇവിടെ വരും, 2 ലെസ് ദാൻ 5 ആണോ എന്ന് നോക്കും. ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ ആയ 2 പ്രിന്റ് ചെയ്യും. വീണ്ടും ഐയുടെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെന്റ് ചെയ്ത് 3 ആകും. വീണ്ടും ഇവിടെ വന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. 3 ലെസ് ദാൻ 5 ആണോ എന്ന്. 3 ലെസ് ദാൻ 5 ആണ്. അപ്പൊ ഇവിടെ ബ്ലോക്ക് ഇതിനകത്ത് വന്നിട്ട് 3യുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. വീണ്ടും i++3 ഒന്നുകൂടി ഇൻക്രിമെന്റ് ചെയ്ത് 4 ആകും. വീണ്ടും ഇവിടെ വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യും. 4 ലെസ് ദാൻ 5 ആണോ എന്ന് നോക്കും. 4 ലെസ് ദാൻ 5 ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് വീണ്ടും ഇതിനകത്ത് വന്നിട്ട് 4 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 4 എന്ത് ചെയ്യും? i++ ഒന്നുകൂടി ഇൻക്രിമെന്റ് ചെയ്ത് 5 ആകും. 5 ആകുമ്പോൾ വീണ്ടും ഈ ലൂപ്പിന് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? 5 ലെസ് ദാൻ 5 ആണോ എന്ന് നോക്കും. 5 ലെസ് ദാൻ 5 അല്ലല്ലോ. 5ഉം 5ഉം ഈക്വൽ ആണ്, ലെസ് അല്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ ഈ ലൂപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഫോൾസ് ആയി, 5 ആയപ്പോഴത്തേക്കും ഫോൾസ് ആയി. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യും. ഇതാണ് വൈൽ സ്റ്റേറ്റ്മെന്റ്. ഇതൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. നോക്കിയേ, മെയിൻ i is equal to 0, i less than 5, c out, i++. അപ്പൊ ഇതെന്ത് ചെയ്യും? റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയേക്കുന്നത് എന്താണ്? 0, 1, 2, 3, 4. കണ്ടോ? 4 വരെയാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കണ്ടീഷൻ മാറ്റി കൊടുക്കട്ടെ. i ലെസ് ദാൻ 5 മാറ്റിയിട്ട് ഞാൻ i ലെസ് ദാൻ 8 ആക്കി കൊടുത്തു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ അത് എവിടെ വരെ പ്രിന്റ് ചെയ്യുമെന്ന് നോക്കാം. i ലെസ് ദാൻ 8 ആണ് നമ്മൾ കൊടുത്തത്. കണ്ടോ? അപ്പൊ 0 മുതൽ 7 വരെ പ്രിന്റ് ചെയ്തു. ഇനി i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 നമ്മൾ കൊടുത്താലോ? ഈക്വലും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും? നമ്മൾ 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണോ എന്ന് നോക്കും. അപ്പം 8ഉം ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എവിടെ വരെ പ്രിന്റ് ചെയ്യും? 8 വരെ നമുക്ക് റിസൾട്ടിൽ പ്രിന്റ് ചെയ്യും. കണ്ടോ? അപ്പൊ നമ്മുടെ റിസൾട്ട് എന്ത് വന്നു? 0 മുതൽ 8 വരെ വന്നു. അപ്പൊ ഞാൻ ഈക്വൽ കൊടുത്തത് കൊണ്ടാണ് 8 വരെ പ്രിന്റ് ചെയ്തത്. നമ്മൾ നേരത്തെ ലെസ് ദാൻ മാത്രം കൊടുത്തപ്പോൾ 7 വരെയാണ് പ്രിന്റ് ചെയ്തത്. അപ്പം ഇതാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ലൂപ്പിലേക്ക് പോകാം. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഡു വൈൽ ലൂപ്പിനെ പറ്റിയിട്ടാണ്. അപ്പം ഡു വൈൽ ലൂപ്പും വൈൽ ലൂപ്പും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഡു വൈൽ ലൂപ്പിനകത്ത് നമ്മുടെ ഈ കോഡ് ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കണ്ടീഷൻ ചെക്ക് എഴുതുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു വൈലിൽ എന്താണ് നമ്മൾ സിൻടാക്സ് പറഞ്ഞത്? വൈൽ കണ്ടീഷൻ കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ
ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ കോഡിലേക്ക് പോകൂ, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എക്സിറ്റ് ആവും. പക്ഷെ ഡു വൈലിൽ മിനിമം ഒരു വട്ടമെങ്കിലും എന്ത് ചെയ്യും, നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കണ്ടീഷൻ ചെക്ക് ചെയ്യൂ. അപ്പൊ ഡു വൈലിന്റെ സിന്റാക്സ് നോക്കിയേ, ഡു അതിന് ശേഷമാണ് എന്ത് കൊടുക്കുന്നത്, ബ്ലോക്ക് ഓഫ് കോഡ് കൊടുക്കുന്നുണ്ട്, അതിനുശേഷമാണ് വൈൽ കണ്ടീഷൻ വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ആദ്യമേ എന്ത് ചെയ്യും, ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും, മിനിമം ഒരു വട്ടമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷം മാത്രമേ കണ്ടീഷൻ ചെക്ക് ചെയ്യത്തുള്ളൂ. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഇവിടെ വന്നിട്ട് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ ഈ കോഡ് റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഡു വൈൽ ലൂപ്പ്. അപ്പൊ ഇവിടെ പ്രോഗ്രാം എഴുതുമ്പോൾ എങ്ങനെ വരുന്നത്, ഇന്റ് i = 0, ഇനിഷ്യൽ വാല്യൂ 0 ആണ്. ഡു കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഇവിടെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് വൈൽ i < 5 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കി, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇവിടെ കണ്ടോ, i = 0, cout i++, വൈൽ i < 5. അപ്പൊ ഐയുടെ വാല്യൂ 5-നേക്കാട്ടിലും ലെസ് ആകുന്നത് വരെ ഇതെന്ത് ചെയ്യും, 0. ഇനിഷ്യൽ വാല്യൂ 0 ആയിരുന്നു, 5-നേക്കാട്ടിലും ചെറുത്, 5-നെക്കാട്ടിലും ചെറുത് എവിടെ വരെ പോവും, അപ്പോൾ 4 വരെ പോവും. അപ്പൊ നമ്മുടെ പ്രിന്റ് കണ്ടില്ലേ എങ്ങനെയാണ്, 0, 1, 2, 3, 4 അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് 4 വരെ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. ഇനി ഐയുടെ വാല്യൂ നമ്മൾ മാറ്റി കൊടുത്താലോ, i < 3 കൊടുത്തു നോക്കാം. ഞാൻ i < 3 കൊടുത്തു. അപ്പൊ നമുക്ക് എവിടെ വരെയാണ് കിട്ടുന്നത്, റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ i < 3 ആവുമ്പോൾ എവിടെ വരെ വരണം, 0, 1, 2 വരെ വരണം. കണ്ടോ, അപ്പം ഇതെന്ത് ചെയ്യും, മിനിമം ഒരു വട്ടമെങ്കിലും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ മിനിമം ഒരു വട്ടമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും. ഏതാണ്, ഡു വൈൽ ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഫോർ ലൂപ്പിനെ പറ്റിയിട്ടാണ്. ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോഡ് ഒരുമിച്ചാണ് കൊടുക്കുന്നത്. ഇപ്പൊ വൈൽ ലൂപ്പിലും ഇതിലും കൊടുക്കുന്ന, ഡു വൈലിലും കൊടുക്കുന്ന കണക്കല്ല. ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് നോക്കി, ഫോർ ലൂപ്പിന്റെ അടുത്ത് ബ്രാക്കറ്റിൽ സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, സ്റ്റേറ്റ്മെന്റ് 3 ഇത്രയും സ്റ്റേറ്റ്മെന്റ്. അതായത് ഇപ്പൊ നമ്മൾ ഡു വൈലിൽ കൊടുത്ത സമയത്ത് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇനിഷ്യൽ വാല്യൂ കൊടുത്തു, ഇതിനകത്താണ് നമ്മൾ ഇൻക്രിമെന്റ് കൊടുത്തു, കണ്ടീഷൻ ഇവിടെ വെളിയിലാണ് കൊടുത്തത്. പക്ഷെ ഫോർ ലൂപ്പിൽ ഇത് നമ്മൾ ഒരുമിച്ച് കൊടുക്കും. ഇവിടെ നമ്മൾ ഇനിഷ്യൽ വാല്യൂ കൊടുക്കും, അതിനുശേഷം കണ്ടീഷൻ കൊടുക്കും, അതിനുശേഷം ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ഓപ്പറേഷൻ കൊടുക്കും, അതിനുശേഷമാണ് എന്ത്, കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. ഇവിടെ ഈ ബ്ലോക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കിയേ, 4 × i = 0, i < 5, i++. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മള് cout പ്രിന്റ് ചെയ്യാനുള്ള ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ആദ്യമേ ഇനിഷ്യൽ വാല്യൂ 0 ആകും, i < 5 ആണോ എന്ന് നോക്കും, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും, ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, 1 ആകും, 1 < 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. നമ്മൾ വൈൽ ലൂപ്പിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ലൂപ്പും. ഇത് നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഫോർ ലൂപ്പിന്റെ എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫോർ ലൂപ്പിന് ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന പ്രോഗ്രാം നോക്കി, ഇവിടെ ഫോർ i = 0, ഇനിഷ്യൽ വാല്യൂ 0 ആണ്, i < = 10. എവിടെ < < 10, അതായത് ഐയുടെ വാല്യൂ 10 അതിൽ കുറവാകുന്നത് വരെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. i = i+2. നേരത്തെ നമുക്ക് i++ ആണ് കാണിച്ച, i++ എന്ന് പറഞ്ഞാൽ i = i+1, 1 ആണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഇവിടെ എത്രയാണ്, 2 ആണ് ഇൻക്രിമെന്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. i = i+2 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ 2 വെച്ചിട്ടാണ് വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുക. അപ്പൊ ആദ്യം ഐയുടെ വാല്യൂ എത്രയാണ്, 0 വരും. അപ്പൊ 0 < 10 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, 0 വാല്യൂ പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് എത്രയാകും, 2 ആകും. 0 + 2 എത്രയാകും, 2 ആകും. 2 < 10 ആണോ നോക്കും, ആണെങ്കിൽ എന്ത് ചെയ്യും, ഐയുടെ വാല്യൂ ആയ 2 പ്രിന്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും 2 ഇൻക്രിമെന്റ് ചെയ്ത് എത്രയാകും, 4 ആകും. 4 < 10 ആണോ നോക്കും, കറക്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, 4 പ്രിന്റ് ചെയ്യും. വീണ്ടും 2 ഇൻക്രിമെന്റ് ചെയ്ത് 6 ആകും. 6 < 10 ആണോ എന്ന് നോക്കും, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ 6 പ്രിന്റ് ചെയ്യും. അതിനുശേഷം 2 ഇൻക്രിമെന്റ് ചെയ്ത് 8 ആകും. 8 < 10 ആണോ എന്ന് നോക്കും, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ എന്ത് ചെയ്യും, 8 പ്രിന്റ് ചെയ്യും. വീണ്ടും 2 ഇൻക്രിമെന്റ് ചെയ്ത് 10 ആകും. 10 < 10 ആണെന്ന് നോക്കും. അല്ല, പക്ഷെ എന്താണ്, ഈക്വൽ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, 10 പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട്
വീണ്ടും ഇൻക്രിമെന്റ് ചെയ്ത് 12 ആകും. 12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കും. ആണോ അല്ലല്ലോ. അപ്പൊ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ 10 വരെയുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്യും. ഇനി നമ്മളിവിടെ മാറ്റി കൊടുക്കുകയാണ്. ഇവിടെ നമ്മളൊരു 7 കൊടുക്കുകയാണ് അല്ലെങ്കിൽ 6 കൊടുക്കുകയാണ്. എന്ത് ചെയ്യും? ഞാൻ 7 കൊടുത്തു. 7 കൊടുത്തിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നതെന്ന്. എവിടെ വരെ വരുമായിരിക്കും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. എവിടെ വരെ വരും? 0, 2, 4, 6 അത്രയും വരും. 6 വരെ ലെസ് ദാൻ ഓർ ഈക്വൽ അല്ലേ വന്നേക്കുന്നത്. അപ്പൊ 6 വരെ വരും. അടുത്ത എന്താ വരുന്നത്? 6ന്റെ കൂടെ 2 കൂടി ഇൻക്രിമെന്റ് ചെയ്ത് 8 ആണ് വരുന്നത്. 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 അല്ല. അപ്പൊ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് ഫോർ ലൂപ്പ്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റുകളാണ് C++ൽ യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ലൂപ്പിൽ നിന്നും ജമ്പ് ചെയ്യണം, അതായത് അതിൽ നിന്നും പോകണം എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. അതായത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ടു ജമ്പ് ഔട്ട് ഓഫ് ദി ലൂപ്പ്, അതായത് ലൂപ്പിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പുറത്ത് പോകണം, ഏതെങ്കിലും ഒരു വാല്യൂ വരുമ്പോൾ ലൂപ്പിന് വെളിയിൽ പോകണം എന്നുണ്ടെങ്കിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നോക്കി ഇൻഡ് i is equal to 0, i less than 10, i plus അത് കഴിഞ്ഞിട്ട് if i is equal to 4 ബ്രേക്ക്. ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഐയുടെ വാല്യൂ എന്താകും? 0. നമ്മൾ 0, 1, 2, 3 ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോകുമല്ലോ. പോകുമ്പോൾ ഐയുടെ വാല്യൂ 4 ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ ലൂപ്പിൽ നിന്നും ബ്രേക്ക് ആകും, അതായത് ഈ ലൂപ്പിന് വെളിയിൽ പോകും. പിന്നുള്ള വാല്യൂസ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. പക്ഷെ കണ്ടിന്യൂ എന്ന് പറഞ്ഞാല് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ i is equal to 4 കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ആണ് കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ i is equal to 4 വാല്യൂ ആകുമ്പോൾ ബ്രേക്ക് ചെയ്യും. അതിനുശേഷം തൊട്ടടുത്ത വാല്യൂ തൊട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ആകും, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യത്തില്ല, ആ വാല്യൂ വെച്ചിട്ട് ബ്രേക്ക് ആകും. ഇവിടെ i less than 10 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 10 വരെ പോകേണ്ടതാണ്, പ്രിന്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ 10 വരെ പോകത്തില്ല. 4 വെച്ചിട്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. പക്ഷേ ഇവിടെ ആണെങ്കിലോ i is equal to 4 കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ആണ് കൊടുത്തേക്കുന്നത്. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 4 ആകുമ്പോൾ ബ്രേക്ക് ചെയ്യും. തൊട്ടടുത്ത 5 വാല്യൂ തൊട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. എവിടെ? ലെസ് ദാൻ 10 വരെ കണ്ടിന്യൂ ചെയ്യും. എക്സാമ്പിൾ വെച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം, കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് ബ്രേക്കിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നോക്കിയേ, ഫോർ i equal to 0, i less than 10, i plus. if i is equal to 4 എന്ത് ചെയ്യും? ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് റൺ ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 4 ആകുമ്പോൾ എന്ത് ചെയ്യും? ബ്രേക്ക് ആവും. അവിടെ വരെ മാത്രമേ പ്രിന്റ് ചെയ്യൂ. കണ്ടോ? 0, 1, 2, 3 വരെ പ്രിന്റ് ചെയ്യത്തുള്ളൂ. i is equal to ഇവിടെ എന്താകും? ഇവിടെ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരും. അപ്പൊ i is equal to എന്താണ്? ഐയുടെ വാല്യൂ 4 ആണ്. 4 ആയപ്പോ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. പിന്നുള്ള വാല്യൂസ് എന്ത് ചെയ്യത്തില്ല? പിന്നെ വാല്യൂ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇനി നമ്മൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ആണെന്നെങ്കിൽ എന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതെന്താണ്? കണ്ടിന്യൂ ആണ്. ഇഫ് i is equal to 4 കണ്ടിന്യൂ ആണ്. അപ്പൊ നോക്കിയേ, നമ്മുടെ ഈ i is equal to 0 എന്ത് ചെയ്യും? ഫോർ ലൂപ്പിനകത്ത് വരും. 0 ആണ് വാല്യൂ. 0 ലെസ് ദാൻ 10 എന്ന് ചെക്ക് ചെയ്യും. ആണല്ലോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് 0 is equal to 4 ആണെന്ന് നോക്കും. 0യും 4ഉം ഈക്വൽ അല്ലല്ലോ. അല്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് 0 പ്രിന്റ് ചെയ്യും. വീണ്ടും ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് 1 ആകും. 1 ലെസ് ദാൻ 10 ആണോ എന്ന് നോക്കും. ലെസ് ദാൻ ആണ്. 1 ഈസ് ഈക്വൽ ടു 4 ആണോ എന്ന് നോക്കും. 4 അല്ലല്ലോ. അപ്പം വീണ്ടും ഇവിടെ വന്ന് 1 പ്രിന്റ് ചെയ്യും. ഇനി അടുത്തത് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് 2 ആകും. 2 ലെസ് ദാൻ 10 ആണോ എന്ന് നോക്കും. അപ്പൊ 2 ലെസ് ദാൻ 10 ആണ്. 2 ഈസ് ഈക്വൽ ടു ഇഫ് 2 ഈസ് ഈക്വൽ ടു 4 ആണെങ്കിലാണ് കണ്ടിന്യൂ എടുത്തേക്കുന്നത്. അപ്പൊ ഇഫ് 2 ഈസ് ഈക്വൽ ടു 4 ആണോ എന്ന് നോക്കും. 2 ഈക്വൽ ടു 4 അല്ല. അപ്പൊ എന്ത് ചെയ്യും? 2ന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. അടുത്ത ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് 3 ആകും. 3 ലെസ് ദാൻ 10 ആണോ എന്ന് നോക്കും. കണ്ടീഷൻ ട്രൂ ആണ്. 3 ഈസ് ഈക്വൽ ടു 4 ആണോ എന്ന് നോക്കും. അല്ല. അപ്പൊ 3യുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. വീണ്ടും ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് 4 ആകും. 4 ലെസ് ദാൻ 10 ആണോ എന്ന് നോക്കും. 4 ലെസ് ദാൻ 10 ആണ്. ഇവിടെ വരുമ്പോൾ 4 ഈസ് ഈക്വൽ ടു 4. 4ന്റെ വാല്യൂ ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യാനാ? കണ്ടിന്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവും. 4 ഈസ് ഈക്വൽ ടു 4 ആവുമ്പോൾ ബ്രേക്ക് ആകും. ബ്രേക്ക് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യത്തില്ല? വാല്യൂ പ്രിന്റ് ചെയ്യത്തില്ല. ഒന്നും വീണ്ടും എന്ത് ചെയ്തു? ഇൻക്രിമെന്റ് ചെയ്തു. എത്രയാകും? 5 ആകും. 5 ലെസ് ദാൻ 10 ആണോ എന്ന് നോക്കും. 10 ആണ്. 5 ഈസ് ഈക്വൽ ടു 4 ആണോ എന്ന് നോക്കും. 5 ഈസ് ഈക്വൽ ടു 4 അല്ല. അപ്പൊ എന്ത് ചെയ്യും? ഇതിനകത്ത് വന്നിട്ട് 5 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും. അങ്ങനെ i ലെസ് ദാൻ 10, അതായത് 9 വരെയുള്ള വാല്യൂ ഈക്വൽ ആയിരുന്നെങ്കിൽ 10 പ്രിന്റ് ചെയ്തേനെ. 9 ലെസ് ദാൻ 10 ആണ്. അപ്പൊ എന്ത് ചെയ്യും? 9 ഈക്വൽ ടു 4 ആണോ എന്ന് നോക്കും. അല്ല. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും? 9 പ്രിന്റ് ചെയ്യും. അങ്ങനെ 0 മുതൽ കണ്ടോ? 0, 1, 2, 3 4 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഇല്ലല്ലോ. എന്ത് ചെയ്തു? 4ന്റെ അവിടെ വന്നപ്പോ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് അടുത്ത വാല്യൂ 5 തൊട്ട് വീണ്ടും കണ്ടിന്യൂ
കണ്ടിന്യൂ ചെയ്തു. എവിടെ വരെ? കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ. ഇതാണ് ബ്രേക്കും കണ്ടിന്യൂവും തമ്മിലുള്ള ഡിഫറൻസ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇഫ് i = 4 കൊടുത്തിട്ട് ബ്രേക്ക് കൊടുത്താൽ അവിടെ ബ്രേക്ക് ആകും. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല? വാല്യൂ ലൂപ്പിലുള്ള വാല്യൂ റിപ്പീറ്റ് ചെയ്യത്തില്ല, അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവും. കണ്ടിന്യൂ ആണെങ്കിൽ ആ വാല്യൂ വെച്ചിട്ട് ബ്രേക്ക് ആവും, തൊട്ടടുത്ത വാല്യൂ തൊട്ടിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. അപ്പം നമ്മളിന്ന് പറഞ്ഞത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. വൈൽ ലൂപ്പ്, ഡു വൈൽ, ഫോർ ലൂപ്പ്, അതുപോലെ തന്നെ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ, ഇത്രയുമാണ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്